ഒരിടത്തൊരിടത്ത് ഒരു പ്രത്യേകതരം ഇന്ത്യ ഉണ്ടായിരുന്നു. ഒളിമ്പിക്സിൽ ഒരു വാഴക്കയും കിട്ടാതെ ഊമ്പിത്തെറ്റിയിരുന്ന ആ ഇന്ത്യയിലെ സ്പോർട്സ് മന്ത്രി ആ വകുപ്പിലെ മേധാവിമാരെ വിളിച്ചുകൂട്ടി കൊടൂരമാന്റെ കോപത്തോടെ ചോദിച്ചു, ഇന്ത്യക്കൊന്നും നേടിക്കൊടുക്കാൻ പറ്റാത്ത നീയൊക്കെ എന്തോ മൂഞ്ചാനിരിക്കുന്നതാ, ഇനിയും നേടിയെടുത്തില്ലെങ്കിൽ ഈ വകുപ്പ് വിരിച്ചുവിട്ട് മുറുക്കാങ്കട വല്ലതും തുടങ്ങുമെന്ന്. ഇത് കേട്ട് തരിച്ചു നിന്ന കോച്ച് നാട് തണ്ടാൻ ഇറങ്ങുന്നു. വളരെ വളരെ ആകസ്മികമായി പോകുന്ന കോർട്ടിൽ നിന്നെല്ലാം പെഡ്ഡി പെഡ്ഡി എന്ന പേര് അയാൾ കേൾക്കുന്നു. ധോണിയും സച്ചിനുമല്ലാതെ ഏത് ഫുണ്ടയാണ് പെഡ്ഡി എന്ന് അയാൾ അന്വേഷിക്കുന്നു. എല്ലാവരെയും പോലെ ഒന്നും രണ്ടുമല്ല, പെഡ്ഡിക്ക് 3 എണ്ണം ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. ഏത്? ടാലന്റ്, ഗുസ്തി, ക്രിക്കറ്റ്, ഓട്ടം. കഴിവുകൾ ഏറെയുള്ള പെഡ്ഡിയുടെ കഥ പറഞ്ഞു തുടങ്ങുന്നു. കൂലിവേലക്കാരനായ ഗ്രാമവാസിയാണ് പെഡ്ഡി. കഥ പറയുമ്പോൾ അങ്ങേരുടെ കുത്സിതങ്ങളും ഐറ്റം ഡാൻസും വരെ ചേർത്താണ് പറയുന്നത്. ഗ്രാമത്തിനൊരു റെയിൽവേ സ്റ്റേഷന് വേണ്ടി പോരാടുന്ന പെഡ്ഡിയുടെ കഥയിൽ നായിക വരുന്നു തുണി പറിക്കുന്നു, വടൈ തുടൈ തുടൈ വടൈ. ജാൻവി കപൂറിൻ്റെ റോളാണ്. ഗ്രാമത്തിലെ ഐറ്റമാണെന്ന് വിചാരിച്ചപ്പോൾ തെറ്റിപ്പോയി. ഗ്രാമീണത ഹൂമ്പി തുളുമ്പിയതായിരുന്നു. ഭാഷ അറിയാത്ത കഴിവില്ലാത്ത നെപ്പോയെ ഇതുപോലെ മുതലെടുക്കുന്നത് കണ്ട് കൈ കൂപ്പിപ്പോയി. ചുമ്മാ നിന്നാ തുണി പറിക്കുന്ന നായികയുടെ തുണി പറിക്കുന്ന വില്ലൻ. കൃത്യമായി രക്ഷപ്പെടുത്തുന്നു പെഡ്ഡി. രാത്രി നായികയെ കയറി പിടിച്ച് ട്രൂ ലവ് മൂഞ്ചുന്ന നായകൻ. ഇത്രയും സഹിച്ചാൽ ഫസ്റ്റ് ഹാഫ് ഏകദേശം തീർന്നു. ശേഷം സ്പോർട്സ് ഡ്രാമയാണ്, ഇമോഷണൽ ഡ്രാമയാണ്. ചിലർക്ക് വർക്കാവാതെയും ഇരിക്കാം. കത്തിയുണ്ട്, ലോക തള്ളുകളുണ്ട്. പക്ഷേ റാംചരൻ്റെ ഹാർഡ് വർക്കുണ്ട്. കൊള്ളാവുന്ന 2-3 ഫൈറ്റുണ്ട്. AR റഹ്മാൻ്റെ സ്കോറുണ്ട്. ഒരു ആവറേജ് സ്പോർട്സ് ഡ്രാമയിലേക്ക് എത്താവായിരുന്ന ഒരു സീരീസ്, ഉള്ളു സീരീസ് തോക്കുന്ന ഏപ്പടം പിടിച്ചു വെച്ചാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പെഡ്ഡിയുടെ വീരസാഹസ കഥനകഥ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടം, പെഡ്ഡിക്ക് എന്ത് നേട്ടം, ഗ്രാമത്തിന് എന്ത് നേട്ടം, അതറിയാൻ കാണൂ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പെഡ്ഡി.